ഇടയ്ക്കിടെ പോവുകയും സമ്മാനങ്ങളുമായി പോകുന്നവർ, അവരുമായി ബന്ധം സ്ഥാപിക്കുന്നവർ, ഒരാളോടും പിണങ്ങാതെ ജീവിക്കുന്നവർ. കുടുംബക്കാരെന്ന് പറയുമ്പോ ഉപ്പ ഉമ്മ നമ്മുടെ കുടുംബക്കാരാണ്. ഉപ്പമാരോട് പിണങ്ങാൻ പാടില്ല, ഉമ്മമാരോട് പിണങ്ങാൻ പാടില്ല. അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. അള്ളാഹുവിന് നമ്മോട് ഇഷ്ടമാണോ ഇല്ലേ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക? അള്ളാഹുവിന് നമ്മോട് കോപമാണോ അല്ലേ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മാതാപിതാക്കൾക്ക് നമ്മോട് ഇഷ്ടമാണെങ്കിൽ അള്ളാഹുവിനും നമ്മോട് ഇഷ്ടമാണ്. ഉമ്മയോട് ചോദിക്കാം, ഉപ്പയോട് ചോദിക്കാം, ഉപ്പാ എന്നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത്? ഉമ്മയോട് ചോദിക്കാം, എന്നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത്? നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണോ ഇഷ്ടമാണോ എന്ന് മാതാപിതാക്കളോട് ചോദിക്കാം. അവർക്ക് ദേഷ്യമാണെങ്കിൽ അള്ളാഹുവിനും നമ്മോട് ദേഷ്യമാണ്, അവർക്ക് ഇഷ്ടമാണെങ്കിൽ അള്ളാഹുവിനും നമ്മോട് ഇഷ്ടമാണ്. അതുകൊണ്ട് മാതാപിതാക്കളുടെ കാര്യം വളരെ ഗൗരവത്തോടെ എടുക്കണം. അവരോട് മോശമായി പെരുമാറരുത്. അവരുടെ മുമ്പിൽ നടക്കാൻ പാടില്ല, അവരുടെ പേര് വിളിക്കാൻ പാടില്ല, അവരുടെ മുമ്പിൽ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. അവർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇരുന്ന ഇരുപ്പിൽ നിന്ന് എണീക്കാതെ മൊബൈലിൽ കളിച്ചിരിക്കരുത്. വീട്ടിലേക്ക് ഉപ്പ കടന്നു വരാൻ, ഉമ്മ കടന്നു വരാൻ, ആ സമയത്ത് നമ്മളത് മൈൻഡ് ചെയ്യാതെ മൊബൈലിൽ ഇങ്ങനെ കളിച്ചിരിക്കുകയാണ് പാടില്ല. അതൊക്കെ കുരുത്തക്കേടാണ്. അവരുടെ മുമ്പിൽ അനാവശ്യമായ സംസാരങ്ങൾ പാടില്ല. അവരോട് ദേഷ്യപ്പെടുന്ന രീതിയിൽ സംസാരിക്കുകയോ തുറച്ചു നോക്കുകയോ ക്കുന്ന രീതിയിലുള്ള ഒരു വാക്ക് പറയുകയോ ചെയ്യരുത്. ആരാണ് ഈ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ? ഇതൊക്കെ ചില്ലറ കാര്യമില്ല, ഇതൊക്കെ ചില്ലറ കാര്യമില്ല. വൻദോഷങ്ങളിലാണ് അല്ലാഹു എണ്ണിത്തന്നത്. വൻദോഷമാണിത്. മാതാപിതാക്കളോട് അപമര്യാദയായി പെരുമാറുന്നത് വൻദോഷമാണ്. അല്ലാഹു ദുനിയാവിൽ തന്നെ ശിക്ഷ നൽകുന്ന 2 പാപങ്ങളുണ്ട്. നമ്മളൊക്കെ തെറ്റ് ചെയ്താൽ അല്ലാഹു ആഖിറത്തിലേക്ക് എടുത്തു വെക്കുക ചെയ്യാം. കള്ളു കുടിച്ചു, പടച്ചോൻ ഇത് ആഖിറത്തിലേക്ക് മാറ്റി. നിസ്കാരം നഷ്ടപ്പെടുത്തി, ആഖിറത്തിലേക്ക് മാറ്റി വെക്കും. സദഖയും സക്കാത്തൊന്നും കൊടുത്തില്ല, ആഖിറത്തിലേക്ക് മാറ്റി. പക്ഷെ ദുനിയാവിൽ തന്നെ അല്ലാഹു ശിക്ഷ നൽകുന്ന 2 പാപങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന് കുടുംബ ബന്ധമാണ്. മാതാപിതാക്കളുമായിട്ടുള്ള ആ ഒരു ബന്ധം സ്ഥാപിക്കാതെ മാതാപിതാക്കളോട് അപമര്യാദയായി പെരുമാറുന്ന ആളുകൾക്ക് അല്ലാഹു ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ നൽകുമെന്നാണ്. എന്നാൽ ആഖിറത്തിൽ രക്ഷപ്പെടുവോ? അവിടെയും രക്ഷപ്പെടൂല. എങ്ങനെയാണ് അല്ലാഹു ശിക്ഷ നൽകുന്നത്? ഒന്നുകിൽ അവരുടെ മക്കളിലൂടെ. നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് മോശമായി പെരുമാറിയാൽ അതിനേക്കാളും മോശമായിട്ടാണ് നമ്മുടെ മക്കൾ നമ്മോട് പെരുമാറുക. കുടുംബബന്ധത്തിൽ നമ്മൾ വിച്ഛേദിച്ചാൽ, കുടുംബബന്ധം വിച്ഛേദിച്ചാൽ, കുടുംബബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കി പിണക്കവും പ്രശ്നങ്ങളും ഉണ്ടാക്കിയാൽ ദുനിയാവിൽ തന്നെ അനുഭവിക്കുമെന്നാണ്. ദുനിയാവിൽ തന്നെ അനുഭവിക്കാതെ അവർ മരിച്ചു പോകൂല എന്നാണ്. അതുകൊണ്ട് കുടുംബബന്ധത്തിന്റെ കാര്യം, മാതാപിതാക്കളുടെ കാര്യം വളരെ ഗൗരവത്തോടെ, വളരെ ശ്രദ്ധയോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ശിക്ഷ നൽകുന്ന തെറ്റാണത്. 2ാമത്തെ തെറ്റ് വ്യഭിചാരമാണ്. വ്യഭിചരിച്ചു പോയ ആളുകൾക്ക് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷ നൽകുമെന്നാണ്. അതാണ് വ്യഭിചരിച്ച ആളുകൾക്ക് അല്ലാഹു എയ്ഡ്സ് നൽകുന്നത്. അത് മാത്രമല്ല, വ്യഭിചാരികളായ ആളുകൾക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടൂല എന്നാണ്. മരണം വരെ ടെൻഷനായിരിക്കും. ജീവിതത്തിൽ ഒരു തവണ വ്യഭിചരിച്ചാൽ, കുറെ തവണ ഒന്നും വേണ്ട, ഒരു തവണ വ്യഭിചരിച്ചാൽ ആ വ്യഭിചാരത്തിന്റെ പേരിൽ തൗബ ചെയ്ത് മക്കത്ത് പോയി ഉംറ ചെയ്ത് ഹജ്ജ് ചെയ്ത് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയാലും ആ ഒരു വ്യഭിചാരത്തിന്റെ പേരിൽ മരണം വരെ അയാൾ ദുഃഖിച്ചുകൊണ്ടേയിരിക്കുമെന്നും മരണം വരെ അതിന്റെ പേരിൽ അയാൾക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. 2 തെറ്റുകളാണ് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷ നൽകുന്നത്. ഒന്ന് മാതാപിതാക്കളോട് അപമര്യാദയായി പെരുമാറുന്നത്, 2 വ്യഭിചാരമാണ്. ഈ 2 കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ നമ്മൾ പേടിച്ചിരിക്കേണ്ട വിഷയമാണ്. അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ, അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. അപ്പൊ മാതാപിതാക്കളുമായുള്ള ബന്ധം ശരിയാക്കണം. അതേപോലെ മക്കളുമായിട്ടുള്ള ബന്ധം അതും ശ്രദ്ധിക്കാനുണ്ട്. മക്കളുമായുള്ള ബന്ധം അതും നമ്മൾക്ക് ശ്രദ്ധിക്കാനുണ്ട്. അല്ലാഹു തആല ആദ്യമായി മാതാപിതാക്കളോടാണ് ചോദിക്കുന്നത് മക്കളെ കുറിച്ച്. അവർക്ക് കൊടുക്കേണ്ട ബാധ്യതകൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന്. ആദ്യം മക്കളെ വിളിച്ചിട്ട് ചോദിക്കല്ല, നിങ്ങൾ മാതാപിതാക്കളെ ബഹുമാനിച്ചിട്ടുണ്ടോ എന്നല്ല ചോദിക്കുക. ആദ്യം വിളിക്കുന്നത് ഉപ്പയെയും ഉമ്മയുമാണ്. നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കേണ്ടതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അങ്ങാട്ടക്കര എവിടെ? അങ്ങാട്ടക്കരല്ലേ? ആ തേനൊക്കെ വേഗം കൊടുത്തോളിങ്ങ.
ഇന്നലെ തേന് വാങ്ങാത്ത ആളുകൾ ആരാണല്ലേ? ആ തേന് പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്കൊക്കെ മുഴുവനും കൊടുത്തോളൂ. ഒരു 313 രൂപ വെച്ചു. ഞാൻ 501 വിചാരിച്ചാണ്. സംഘാടകർ പറഞ്ഞത് 313 മതി. അപ്പൊ ഒരു 313 രൂപ വെച്ച് 500 കഴിയുന്നാൽ 500 കൊടുത്തോളൂ. 313 നോക്കണ്ട. 500 കഴിയുന്ന ആളുകൾ 500 കൊടുത്തോളൂ. പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഇതൊക്കെ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള സദഖയാണെന്ന് മനസ്സിലാക്കും. അങ്ങനെ എല്ലാവർക്കും ഒന്ന് കൊടുക്കും. നിങ്ങൾ ഇങ്ങനെ നടന്നിട്ടേ ഇന്നലെ വാങ്ങാത്ത ആളുകൾക്ക് കൊടുത്തോളൂ. ഇന്നലെ വാങ്ങിയ ആളുകൾക്കും ആണെങ്കിലും കൊടുക്കും. അത്തിപ്പറ്റ ഉസ്താദ് എന്തൊരു ചോദ്യത്തിനാണ്. അത്തിപ്പറ്റ ഉസ്താദിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ജീവിച്ചിരിക്കുന്ന വലിയൊരു സുഫി വല്യനാണ് അദ്ദേഹം. നമ്മുടെ കേരളക്കരയും ലോകം മുഴുവൻ അംഗീകരിക്കുന്ന വലിയൊരു സുഫി വല്യൻ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹം എന്തൊരു ചോദ്യത്തിനാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും വാങ്ങിച്ചിട്ട് ഒരു 313 രൂപ അല്ലെങ്കിൽ ഒരു 500 രൂപ. അതാണ് ഏറ്റവും എളുപ്പം. 313 ആകുമ്പോൾ ഇത് എണ്ണി കൊടുക്കണ്ടേ. 300 എടുക്കണം, പിന്നെ 10 എടുക്കണം, പിന്നെ 3 എടുക്കണം. റിസ്ക് അല്ലേ? ഒരു 500 രൂപയ്ക്ക് വാങ്ങിച്ചോളൂ. എല്ലാവരും പെണ്ണുങ്ങളാണുങ്ങളൊക്കെ 500 രൂപയ്ക്ക് വാങ്ങിച്ചു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ശിഫ നൽകട്ടെ. അതുകൊണ്ട് പോയിട്ട് ഒരു 11 ഫാത്തിഹ ഓതി അതിലൂത, ഒരു 11 ഫാത്തിഹ ഓതി അതിലൂത എന്നിട്ട് കുടിക്കുക. അള്ളാഹു എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകും ഇൻഷാ അല്ലാഹ്. ആത്മാർത്ഥമായിട്ട് ഒരു ഊതുവൊക്കെ ചെയ്ത് ആത്മാർത്ഥമായിട്ട് ഒരു 11 ഫാത്തിഹ ഓതിയിട്ട് ഊത എന്നിട്ട് കുടിക്കുക. അള്ളാഹു ശിഫ നൽകട്ടെ. അള്ളാഹു ശിഫ നൽകട്ടെ. അള്ളാഹു ശിഫ നൽകട്ടെ. അപ്പൊ മാതാപിതാക്കളോട് അള്ളാഹു ആദ്യം മക്കളെ കുറിച്ച് ചോദിക്കുന്നതാണ്. ആദ്യം ചോദിക്കൽ മക്കളോടല്ല. എന്തെങ്കിലും ഉപ്പാനെ ബഹുമാനിക്കാത്തത് നല്ല ചോദിക്കുക. എന്തേ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് എന്താ പഠിപ്പിച്ചത്? മക്കൾക്കുള്ള കടമകൾ നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ എന്നാണ് ആദ്യം മാതാപിതാക്കളോട് ചോദിക്കുന്നത്. അവർക്ക് ദീൻ പഠിപ്പിച്ചിട്ടുണ്ടോ? മക്കളോടുള്ള കടമകൾ എന്താണ്? അദ്ദിബു ഔലാദകും അലാ തലാത്ത് ഖിസ്വാൽ. മക്കളോടുള്ള കടമകൾ 3 എണ്ണമാണ്. അതിലൊന്ന് ഹുബ്ബി നബിയിക്കും, നബി തങ്ങളെ സ്നേഹിക്കാൻ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. 2 അഹ്ലു ബൈത്തിനെ, സയ്യിദന്മാരെ തങ്ങന്മാരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. 3 പരിശുദ്ധമായ ഖുർആൻ ഓതാനും നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കണം. ഇതാണ് അദബ് എന്ന് പറയുന്നത്. മക്കൾക്കുള്ള അദബിൽ ഒന്നാമത്തേത് നബി തങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. നിസ്കരിക്കാനൊന്നും പഠിപ്പിക്കണ്ട. നിങ്ങൾ ഒരു 5 വയസ്സുള്ള കുട്ടികൾക്ക് നബി തങ്ങളെ പഠിപ്പിക്കുക. നബി തങ്ങളെ പഠിപ്പിക്കുക. 5 വയസ്സുള്ള കുട്ടികൾക്ക് നബി തങ്ങളെ പഠിപ്പിക്കുക. നബി തങ്ങൾ അവരെ മനസ്സിൽ കയറ്റട്ടെ. പിന്നെ നിങ്ങൾ നിസ്കരിക്കാനൊന്നും പഠിപ്പിക്കണം. അവർ സ്വയം നിസ്കരിച്ചോളൂ. എന്റെ ഹബീബ് കൊണ്ടുവന്ന നിസ്കാരം അതെങ്ങനെയെന്ന് അവർ സ്വയം പഠിക്കും. നബി തങ്ങൾ എങ്ങനെ നിസ്കരിച്ചു അതുപോലെ അവർ നിസ്കരിക്കും. അപ്പൊ അതുകൊണ്ട് നിസ്കരിക്കാനൊന്നല്ല, ഹുബ്ബി നബിയിക്കും, നബി തങ്ങളെ സ്നേഹിക്കാൻ ആദ്യം പഠിപ്പിക്കുക. ആ സ്നേഹം മതി ജീവിതത്തിൽ തെറ്റു ചെയ്യാതെ ജീവിക്കാൻ. അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ തെറ്റു ചെയ്യാൻ കഴിയുന്നത്? കഴിയോ? നബി തങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾക്ക് തെറ്റു ചെയ്യാൻ കഴിയോ? ഇപ്പൊ നമ്മൾ ആത്മാർത്ഥമായി അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരാൾ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മളത് ഒഴിവാക്കോ, കേൾക്കാതിരിക്കോ? ഇപ്പൊ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കും. എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയമാണ്. എൻഗേജ്മെന്റ് കഴിയുമ്പോൾ പിന്നെ പെണ്ണുങ്ങളോട് വല്ലാത്ത സ്നേഹമായിരിക്കും. ആണ് അവർക്ക് തിരിച്ചിങ്ങോട്ടും. അപ്പൊ അവരിങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞൊരു പെണ്ണ് പറയാണ്, നിക്കാഹ് കഴിഞ്ഞെന്ന് വിചാരിച്ചു, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് മുണ്ടാനൊന്നും പാടില്ലല്ലോ. അപ്പൊ നിക്കാഹ് കഴിഞ്ഞൊരു പെണ്ണ് നിങ്ങളോട് പറയാണ്, എനിക്ക് അത് വാങ്ങിച്ചു തരണം. നിങ്ങൾ കറങ്ങാൻ പോയി. അപ്പൊ പെണ്ണ് പറയാണ്, എനിക്കൊരു ഡയറി മിൽക്ക് വേണം. നിങ്ങൾ പെട്ടെന്ന് വാങ്ങിച്ചോളൂ. എന്നാ കല്യാണം കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഡയറി കൊലക്കാൻ പറയും. ഡയറി മിൽക്ക് അതിന്റെ ആ നല്ല സ്നേഹമുള്ള സമയമാണ് നിക്കാഹ് കഴിഞ്ഞുവിടാൻ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞുവിടാൻ. അപ്പൊ എന്ത് പറഞ്ഞാലും കേൾക്കും. എന്റെ സ്നേഹം നന്നായി മനസ്സിലാക്കും. പിന്നെ സ്നേഹമില്ല എന്നല്ല, പിന്നെ കല്യാണം കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞ് സ്നേഹം പോയി എന്നല്ല. സ്നേഹം ഉണ്ടാവും, പക്ഷെ നമ്മൾ സ്വന്തമായി എന്നിപ്പോ സ്വന്തം ആയിക്കൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ അതിന്റെ അർത്ഥം ഇനി വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ സ്നേഹമില്ല എന്നൊന്നുമല്ല പറഞ്ഞു വരുന്നത്. നമ്മൾക്ക് ആ സ്നേഹം, അതിന്റെ ആത്മാർത്ഥമായ സ്നേഹം നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ അവരെന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കും. അവർക്ക് ഇഷ്ടപ്പെടുന്നതേ നമ്മൾ ചെയ്യും. ആ സമയത്ത് പെണ്ണ് പറയുകയാണെങ്കിൽ സീസർ വലിക്കില്ല എന്ന് പറഞ്ഞാൽ വലിക്കൂല, അല്ലെ? പെണ്ണ് പറയുകയാണെങ്കിൽ സീസർ വലിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, എന്നാൽ വലിക്കൂല. അറിയാതെ പോയിട്ട് രഹസ്യമായിട്ട് മുമ്പിൽ വലിക്കൂല. അതേപോലെ നബിത്തങ്ങളോടുള്ള സ്നേഹം നമ്മൾ കൊത്തിവെക്കുക, നമ്മുടെ മക്കളിൽ കൊത്തിവെക്കുക. ചെറുപ്പത്തിലെ മക്കൾ കേൾക്കേണ്ടത് നബിത്തങ്ങളെ കുറിച്ചും ദീനിനെ കുറിച്ചൊക്കെ ആയിക്കോട്ടെ. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിനെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും നമ്മുടെ മക്കൾ തുടങ്ങിയാൽ അവർ സ്വയം നിസ്കരിക്കാൻ തുടങ്ങും, സ്വയം ഖുർആൻ ഓതാൻ തുടങ്ങും. ഒന്നാമത്തെ അദബ് മക്കൾക്ക് നബിത്തങ്ങളോടുള്ള സ്നേഹം ഇട്ട് കൊടുക്കലാണ്. നന്നായി സ്നേഹിക്കട്ടെ. അപ്പൊ നബിത്തങ്ങളെ കുറിച്ചുള്ള ചരിത്രങ്ങൾ കേൾക്കും. ഉമ്മമാര് പറഞ്ഞു കൊടുക്കുക, നബിത്തങ്ങളുടെ ജീവിതത്തിലെ ചരിത്രങ്ങളൊക്കെ ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കുക.
അപ്പൊ അവർക്ക് കൂടുതൽ പഠിക്കാൻ ആഗ്രഹം വരുമ്പോൾ അവർ പുസ്തകം വാങ്ങിച്ചു വായിക്കും. യൂട്യൂബിലൂടെ നബിത്തങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ അവർ വേലകൾ അവർ കേൾക്കും. അങ്ങനെ നബിത്തങ്ങളുടെ ഒരു മുഹിബ്ബായി മാറും. അങ്ങനെ മുഹിബ്ബായി മാറിയാൽ പിന്നെ അവരുടെ ജീവിതം നബിത്തങ്ങളുടെ ജീവിതമായി മാറും. അവരുടെ ഡ്രസ് കോഡ്, അവരുടെ ജീവിത രീതി, അവരുടെ ഭക്ഷണം, അവരുടെ ഉറക്കയെല്ലാം അല്ലാഹുവിന്റെ ഹബീബായി മാറും. അതുകൊണ്ട് ഉമ്മമാരുടെ മുമ്പിലുള്ള ഒന്നാമത്തെ കടമ അവർക്ക് നല്ല പേരിട്ട് കൊടുക്കണം. അതേപോലെ അവർക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. അതേപോലെ പരിശുദ്ധമായ ഖുർആനിൽ അവർക്ക് അവഗാഹം നൽകണം. ഖുർആൻ കൊണ്ട് അവരെ കൊണ്ട് ഒതുക്കണം, ഖുർആൻ അവരെ കൊണ്ട് പഠിപ്പിക്കണം. ഇതെല്ലാം മാതാപിതാക്കളുടെ കടമയാണ്. അല്ലാഹു നാളെ ആദ്യമായി നിങ്ങളോട് ചോദിക്കുന്നത് ഇതെല്ലാമാണ്. പിന്നെയോ 7 വയസ്സായാൽ നിസ്കാരത്തിന്റെ കാര്യം, 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കുന്നതിന്റെ കാര്യം, ഇതെല്ലാം വളരെ ശ്രദ്ധയോടെ കൃത്യമായി നമ്മുടെ മാതാപിതാക്കളിൽ നിന്നുണ്ടാവണം. പിന്നെയാണ് മാതാപിതാക്കളെ കുറിച്ച് മക്കളോട് ചോദിക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, ഭർത്താവിനെ വെറുപ്പിക്കാത്ത ഒരു ഭാര്യ, ഭർത്താവിനെ വെറുപ്പിക്കാത്ത ഒരു ഭാര്യ, ആ ഭാര്യ മരിച്ചുപോയാൽ ദഖലത്തിൽ ജന്ന, ആ ഭാര്യ സ്വർഗ്ഗക്കാരിയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു പെണ്ണ് മരിച്ചു, കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. 5 വർഷത്തിനുള്ളിൽ ഭർത്താവിനെ വെറുപ്പിച്ചിട്ടില്ല. പിന്നെ പെണ്ണുങ്ങൾക്കുള്ള പൊതുവെയുള്ള ഒരു സ്വഭാവം ഭർത്താക്കന്മാരെ മാക്സിമം വെറുപ്പിക്കലാണ്. എന്തെങ്കിലും പറഞ്ഞിട്ട് ഭർത്താവ് ഒരു പക്ഷേ നല്ലത് ചിന്തിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് നെഗറ്റീവായി എടുത്തിട്ട് തിരിച്ച് ഇങ്ങനെ വെറുപ്പിക്കലാണ് പൊതുവെ ഉള്ളത്. കേട്ട ആളുകളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് പറയാൻ 99% ഇങ്ങനെയാണ്. പിന്നെ 1% വിട്ടു ആർക്കെങ്കിലും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ. വെറുപ്പിക്കുക, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പണി വെറുപ്പിക്കണം. അവിടെ പോയാലും വെറുപ്പിക്കൽ, ഇവിടെ വന്നാലും വെറുപ്പിക്കും. നിങ്ങൾ എന്തിനാ അവിടെ പോയി? എന്താ എന്നെ പറഞ്ഞില്ല, ഇനി പറഞ്ഞതിന് പറയുമ്പോ വൈകിയത് എന്തേ, അതിൽ നേരെ സമയത്ത് തന്നെ പറഞ്ഞ കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു എന്തിനു, അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തിയിട്ട് ഇങ്ങനെ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവമാണ്. അത് ഒഴിവാക്കണം. അങ്ങനെ വെറുപ്പിച്ച പിന്നെ ഭർത്താക്കന്മാർക്ക് മനസ്സിൽ തൃപ്തി ഉണ്ടാവില്ല. അങ്ങനെ തൃപ്തിയില്ലാതെ മരിച്ച നരകത്തിലാണെന്ന്. അതുകൊണ്ടൊരു പെണ്ണ് മരണസമയത്ത്, ഒരു പെണ്ണ് മരിച്ചു പോകുന്ന സമയത്ത് ഭർത്താവിന് അവളെ കുറിച്ച് നല്ല അഭിപ്രായമാണെങ്കിൽ അവൾ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗ്ഗത്തിലേക്കാണ് കടന്നു പോകുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അതുകൊണ്ട് പെണ്ണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത് ഭർത്താക്കന്മാരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഉമ്മ ഉപ്പൊന്നുമില്ല, നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങൾക്ക് യാതൊരു എന്തില്ല, കടമയില്ല. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കടമ നിങ്ങളുടെ ഭർത്താവിനോടാണ്. ഭർത്താവിനുള്ള കടമ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിനുള്ള കടമ ഭാര്യയോടല്ല, മാതാപിതാക്കളോടാണ്. നിങ്ങൾ നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നന്നായി നോക്കണം. നിങ്ങളുടെ ഭാര്യയെ കൊണ്ടും നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നന്നായി നോക്കണം. ആ ഒരു രീതിയിൽ ഭാര്യമാരെ കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ഭർത്താവിനോടാണ്. ഭർത്താവിനോട് മോശമായി പെരുമാറിയാൽ അല്ലാഹു നരകത്തിലേക്ക് കൊണ്ടുപോകും. അതിൽ യാതൊരു സംശയമില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് മിസ്കീന്മാരെയാണെങ്കിൽ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് പെണ്ണുങ്ങളെയാണ്. യാ അല്ലാഹ്, പെണ്ണുങ്ങളെ. കാരണമൊന്നുമല്ല, ഭർത്താക്കന്മാരോട് മോശമായി പെരുമാറിയത് തന്നെയാണ് കാരണം. അതന്നെയാണ് കാരണം, വേറൊന്നുമല്ല. പെണ്ണുങ്ങൾ എന്തേ നരകത്തിൽ പോവാനുള്ള കാരണമെന്ന് മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് തക്ഫുർനൽ അശീർ, ഭർത്താക്കന്മാരെ വെറുപ്പിക്കുന്നവരാണവർ. എത്ര നന്മ ചെയ്താലും അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറല്ല. എത്ര നന്മ ചെയ്താലും അവരെ കൊണ്ട് നല്ലത് പറയാൻ അവരെ കൊണ്ട് ആവൂല. എത്ര നന്മ ചെയ്താലും, കാലാകാലം മരണം വരെ നന്മ ചെയ്താലും, എപ്പോഴെങ്കിലും ഭർത്താവിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെടാത്തത് കണ്ടുപോയാൽ അതിന്റെ പേരിൽ മരണം വരെ വേദനിപ്പിക്കുന്ന സ്വഭാവം സ്ത്രീകൾക്കുണ്ട്. അതുകൊണ്ട് ഭർത്താക്കന്മാരെ വെറുപ്പിക്കുന്നത് കാരണത്താൽ പെണ്ണുങ്ങളിൽ ഭൂരിഭാഗം പേരും നരകത്തിലായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗത്തിലെത്താനുള്ള വഴികൾ നമ്മൾ ചർച്ച ചെയ്യുകയാണല്ലോ. അല്ലാഹു നമ്മൾക്ക് സ്വർഗം നൽകട്ടെ. അതുകൊണ്ട് ഇങ്ങനെ വെറുപ്പിക്കുന്ന വിഷയം, നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമ്മൾക്ക് ജീവിക്കാലോ, സന്തോഷങ്ങളിൽ ജീവിക്കാലോ. എന്തിനിങ്ങനെ കരയിപ്പിക്കണം, എന്തിനിങ്ങനെ വേദനിപ്പിക്കണം, എന്തിനിങ്ങനെ വിഷമിപ്പിക്കണം? പ്രയാസങ്ങൾ കണ്ടാൽ അത് മറന്നേക്ക്. തെറ്റുകളില്ലാത്ത മനുഷ്യർ ലോകത്തുണ്ടോ? തെറ്റുകൾ കണ്ടാൽ അത് മറന്നേക്ക്. അതൊക്കെ കുഴപ്പമില്ല, മനുഷ്യനല്ലേ. ആ ഒരു രീതിയിൽ കണ്ടുകൂടെ? അതൊക്കെ അഡ്ജസ്റ്റ്മെന്റിലൂടെ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ?
എന്തിനാണ് അതിനൊക്കെ വലിയ വലിയ ആനക്കാര്യമാക്കിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഭർത്താവായാലും ഭാര്യയായാലും പരസ്പരം ഏറ്റവും നല്ല സ്വഭാവത്തോടു കൂടി ജീവിക്കുക. ഇതൊക്കെ നാളെ ആഖിറത്തിൽ സ്വർഗ്ഗം കാരണമാകുന്നതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ കുടുംബക്കാരോടുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുടുംബത്തിന്റെ വിഷയം പറയുമ്പോ മൻ സറഹു അയ്യബ്സുതല്ലാഹു ലഹു ഫീ റിസ്ഖിഹി, അല്ലാഹു ഒരാൾക്ക് റിസ്ഖിൽ വിശാലത നൽകണമെന്ന് ആഗ്രഹിച്ചാൽ, സമ്പത്തിൽ ബർക്കത്ത് വേണം, നല്ല സാലറി വേണം, നല്ല വരുമാനം വേണം, നല്ല കൃഷിയിൽ നല്ല ലാഭം വേണം എന്നൊരാൾ ആഗ്രഹിച്ചാൽ, വയുൻസലഹു ഫീ അഥരിഹി, ഒരുപാട് കാലം ജീവിക്കണമെന്ന കൊതിയുണ്ടെങ്കിൽ ഫല്യസിൽ റഹിമഹു, കുടുംബബന്ധം ചേർക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, ഒരിക്കലും കുടുംബബന്ധം വിച്ഛേദിക്കുന്ന ആളുകൾ ഒരിക്കലും സ്വർഗ്ഗത്തിൽ കിടക്കൂല എന്നാണ് പറഞ്ഞത്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവർ, കുടുംബക്കാരുമായി പിണക്കമുള്ളവർ, ഇവർ സ്വർഗ്ഗത്തിലേക്ക് കടക്കൂല എന്നാണ്. ആദ്യം സ്വർഗ്ഗത്തിൽ കടക്കുന്നവരിൽ ഇവർ ഉൾപ്പെടൂല എന്നാണ്. അവരെ ഒരുപാട് കാലം നരകത്തിലിട്ട് ശിക്ഷിച്ച് ഒരുപാട് കാലത്തിന് ശേഷമാണ് അവർക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകുക. കുടുംബബന്ധം വിച്ഛേദിക്കുന്ന ആളുകൾ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഅമറനീ അൻ നസിലർ റഹിമ, കുടുംബബന്ധം ചേർക്കാൻ എന്റെ ഹബീബ് എന്നോട് പറഞ്ഞു. വഇന്നദ്ബറത, അവരെത്ര മോശമായി പെരുമാറിയാലും നമ്മൾ അതേ നാണയത്തിൽ പെരുമാറാതെ, അതേ രീതിയിൽ തിരിച്ചു പ്രതികരിക്കാതെ, സമാധാനത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി കുടുംബക്കാരോട് പെരുമാറി കുടുംബബന്ധം ചേർക്കാൻ എന്റെ ഹബീബ് എന്നോട് പറഞ്ഞു എന്ന് മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹു. ലാ തൻസിലുർ റഹ്മത്തു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹിമിൻ, കുടുംബബന്ധം വിച്ഛേദിച്ച ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ, കുടുംബബന്ധം വിച്ഛേദിച്ച ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ തൻസിലുർ റഹ്മ, ലാ തൻസിലുർ റഹ്മ, അല്ലാഹുവിന്റെ കാരുണ്യം ഇറങ്ങൂല. എവിടെ? കുടുംബബന്ധം വിച്ഛേദിച്ച ഒരാളുണ്ടെങ്കിൽ. അപ്പൊ വീട്ടിൽ പിണക്കമുള്ളവരാണ്, ഭാര്യയും ഭർത്താവും പിണങ്ങിയാൽ ആ വീട്ടിൽ റഹ്മത്തില്ല എന്നാണ്. അയൽവാസികളോട് പിണക്കമുണ്ടെങ്കിൽ ഈ വീട്ടിൽ റഹ്മത്തില്ല. കുടുംബത്തിലെ അളാപ്പമാർ, മൂത്താപ്പമാർ, ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, പെങ്ങന്മാർ, സഹോദരിമാര്, അങ്ങനെ ആരൊക്കെയാണോ നമ്മുടെ കുടുംബങ്ങളിലുള്ളത്, അവരുമായി പിണക്കമാണെങ്കിൽ ആ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയില്ല, അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ല, അവരുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. അവരെങ്ങാനും മരിച്ചുപോയാൽ ദഖലന്നാർ, നേരെ പോകുന്നത് നരകത്തിലേക്കായിരിക്കും. അതുകൊണ്ട് കുടുംബബന്ധം എന്ന വിഷയം വളരെ ഗൗരവത്തോടെ സൂക്ഷിക്കണമെന്ന് എന്റെ ഹബീബ് എന്നോട് പറഞ്ഞു എന്ന് മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹു. അലി ഇബ്നുൽ ഹുസൈൻ തങ്ങൾ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മകനോട് പറയാണ്, യാ ബുനയ്യ ലാ തസ്ഹബന്ന ഖാതിഅ റഹിമിൻ, കുടുംബബന്ധം മുറിച്ചു നിൽക്കുന്ന ഒരാളെ കണ്ടാൽ അയാളുടെ കൂടെ നടക്കാൻ പാടില്ല, അയാളുടെ കൂടെ ഇരിക്കാൻ പാടില്ല, അയാളുടെ കൂടെ യാത്ര ചെയ്യാൻ പാടില്ല, അയാളുടെ കൂടെ ഭക്ഷണം കഴിക്കാനും പാടില്ല. അപ്പൊ നമ്മുടെ ചങ്ങാതിമാര്, നാട്ടിലുള്ള കുടുംബത്തിലുള്ള ചങ്ങാതിമാരുണ്ട്, ഇയാള് ഈ കുടുംബക്കാരൊക്കെ മറ്റുള്ളവരോടും മിണ്ടാതെ പിണങ്ങി നിൽക്കാൻ എന്ന് നമ്മൾക്കറിഞ്ഞാൽ, നമ്മുടെ കൂടെയുള്ള ഒരു ഫ്രണ്ട് അവന്റെ കുടുംബക്കാരുമായി പിണങ്ങി നിൽക്കുന്നു എന്നറിഞ്ഞാൽ അവനുമായിട്ടുള്ള സൗഹൃദ ബന്ധം പാടില്ല എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? ഫഇന്നീ വജദ്തുഹു മൽഊനൻ ഫീ കിതാബില്ലാഹി ഫീ സലാസതി മവാളിഅ, മൂന്ന് സ്ഥലങ്ങളിൽ ഈ വിഭാഗം ആളുകളെ അല്ലാഹു ശപിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിൽ കുടുംബബന്ധം മുറിക്കുന്ന ആളുകളെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അവരുമായി ബന്ധം സ്ഥാപിക്കരുത്, അവരുടെ കൂടെ യാത്ര ചെയ്യരുത്, അവരുടെ കൂടെ ഇരിക്കരുത്, അവരുടെ കൂടെ സംസാരിക്കരുത് എന്ന് മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എത്ര ഗൗരവമാണ്! തമാശയാണോ? എത്ര ഗൗരവമാണ്! നമ്മൾക്ക് ഇതൊക്കെ എടുക്കുന്നുണ്ടോ? ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടോ? 3 കാര്യങ്ങളായി. 4ാമത്തെ വിഷയം, വഅമറനീ അല്ലാ അസ്അല അഹദൻ ശൈആ, എന്നോട് എന്റെ ഹബീബ് പറഞ്ഞു, ഒരാളോടും ഒന്നും ചോദിക്കാൻ പാടില്ല. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? എന്താണ്? ഒരാളോടും ഒന്നും ചോദിക്കാൻ പാടില്ല. എന്താ അർത്ഥം? വീട്ടിലെത്തിയാൽ ഭാര്യ വിളിക്കും, ഇങ്ങോട്ട് വാ. ഭാര്യ അടുക്കളയിൽ തിരക്കായിരിക്കും. എവിടെ എന്റെ മൊബൈൽ? എവിടെ?
അങ്ങനെ ഭാര്യ മൊബൈലൊക്കെ തപ്പി പിടിച്ച് തെരഞ്ഞു പിടിച്ച് ഇതാ മൊബൈൽ ആരെ അടുക്കള കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വന്നു എന്റെ ഗുളിക എവിടെ, നിങ്ങൾക്ക് എന്നെ എടുത്തൂടെ, നിങ്ങൾക്കൊന്ന് കുനിഞ്ഞു നിന്ന് നോക്കാനല്ലേ ഉള്ളൂ, എന്തിനാ കിച്ചണിലുള്ള പെണ്ണുങ്ങൾ അങ്ങനെ പാവം ഓടി വന്നിട്ട് ആ ഗുളിക എടുത്തു. കുറച്ച് കഴിയുമ്പോൾ എന്റെ കുപ്പായ എവിടെ, ഈ എവിടെ എവിടെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ചെയ്തുകൂടെ? അതാ നബി തങ്ങൾ പറയും, എന്തിനാ ഈ ആൾക്കാരോട് ഇങ്ങനെ ചോദിക്കുന്നത്? ഭാര്യ നമ്മുടെ ഭാര്യ തന്നെയാണ്, അവരോട് ഇങ്ങനെ പറയരുത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി ചെരുപ്പ് തുന്നിച്ചേർക്കുമായിരുന്നു, തുടച്ചു വൃത്തിയാക്കുമായിരുന്നു, വീടടിച്ചു വാരുമായിരുന്നു, പാചകം ചെയ്യുമായിരുന്നു, ആടിനെ കറക്കുമായിരുന്നു, അങ്ങാടികളിൽ നിന്ന് സാധനങ്ങളുമായി വീട്ടിലേക്ക് വരുമായിരുന്നു. ഇല്ലേ, ഇതൊക്കെ ചെയ്തിട്ടില്ലേ? ആയിഷ എങ്ങോട്ട് വാ, എന്റെ ചെരുപ്പ് വൃത്തിയാക്കുന്ന പറഞ്ഞത്? ആയിഷ എന്റെ കുപ്പായ അയൺ ചെയ്യുന്ന പറഞ്ഞോ? ഇല്ല, നബി തങ്ങൾ സ്വന്തം ചെയ്തിരുന്നു. നമ്മൾക്ക് കഴിയുന്ന കാലത്തോളം സ്വന്തമായി ചെയ്യണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെ അലക്കാൻ സ്വന്തമായിട്ട് കഴിയുന്ന കാലത്ത് സ്വന്തമായിട്ട് അലക്ക്, ഭാര്യ ഏൽപ്പിക്കണ്ട. സ്വന്തമായി നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം സ്വന്തമായി ചെയ്യും. ഒരു ചായ വേണം, നിങ്ങൾക്ക് പോയി ചായ ഉണ്ടാക്കാം, അത് പെണ്ണുങ്ങളോട് തന്നെ പറയണമെന്നില്ല. ഒരു ചായ കൊണ്ടുപോവാ, ഈ ചായ പാവം കഷ്ടപ്പെട്ട് ഓടിച്ചെന്ന് കൊണ്ടുവന്നിട്ട് നോക്കുമ്പോ പഞ്ചസാര ഇട്ടില്ല, അപ്പൊ തുടങ്ങി ചീത്ത, നീ എപ്പോ ഉണ്ടാക്കിയാലും ഇങ്ങനെ. സഹോദരിമാരും ശ്രദ്ധിക്കണം, കടമ നിർവഹിക്കാൻ വേണ്ടി പാചകം ചെയ്യരുത്. അങ്ങനെയുണ്ട് കുറച്ച് പെണ്ണുങ്ങള്, കടമ തീർക്കാൻ വേണ്ടിട്ട് നാസ്ത ഉണ്ടാക്കുക, കടമ തീർക്കാൻ വേണ്ടിട്ട് ചോറുണ്ടാക്കുക, കടമ തീർക്കാൻ വേണ്ടിട്ട് ചായ ഉണ്ടാക്കുക. ആരെങ്കിലും വിരുന്നുകാരോ സൽക്കരിക്കാന് അതിഥികളോ വന്നാലും ജ്യൂസ് ഉണ്ടാക്കണം, അത് മുറിച്ചിട്ട് കടമ തീർക്കണം, അത് വേണം. ഏറ്റവും നല്ല കൈപുണ്യത്തോടെ ഏറ്റവും സ്വാദിഷ്ടമായത് നൽകണമെന്നുള്ള ചിന്തയാണ് പെണ്ണുങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. പാചകം ചെയ്യുമ്പോൾ അങ്ങനെ ചിന്തിക്കണം നിങ്ങൾ. ഏറ്റവും നല്ല രീതിയിൽ നല്ല ടേസ്റ്റ്ഫുൾ ഫുഡ് എനിക്ക് കൊടുക്കാൻ കഴിയണം. ചായ ഉണ്ടാക്കാൻ പറഞ്ഞവര് അതെല്ലാവർക്കും അറിയാം. എന്ത് ചായ വെള്ളം തിളപ്പിക്കണം, അതിലേക്ക് ചായപ്പൊടി ഇടണം, പിന്നെ പഞ്ചസാര എല്ലാവർക്കും അറിയാം. അപ്പൊ അത് എങ്ങനെ ടേസ്റ്റ്ഫുൾ ആക്കാം? അതിൽ കുറച്ച് ഏലക്ക ഇടാം, കുറച്ച് ഇഞ്ചി ഇടാം, അല്ലെങ്കിൽ കുറച്ച് വേറെ എന്തെങ്കിലും ഇടാം, അല്ലെങ്കിൽ വെറും പാലിൽ മാത്രം ചായ വെക്കാം. നേരെ മറിച്ച് നിങ്ങൾ 5 ഗ്ലാസ് ചായക്ക് 1/2 ഗ്ലാസ് പാൽ വെച്ച ചായയുടെ പോലെ നമ്മൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ലേ? വിരുന്നുകാരൊക്കെ വരുമ്പോ അങ്ങനെയൊന്നും കൊടുക്കരുത്. നിങ്ങളുടെ വീട്ടിൽ എന്ത് വേണം കഴിച്ചോളി. ആരെങ്കിലും അതിഥികളൊക്കെ വരുമ്പോ എന്ത് ചെയ്യണം? നല്ല അടിപൊളി നല്ല ടേസ്റ്റ്ഫുൾ ഫുഡ് കൊടുക്കണം. അതൊരു പെണ്ണിനുണ്ടാവേണ്ട സ്വഭാവമാണിത്. എന്റെ കയ്യിൽ നിന്ന് ഏറ്റവും നല്ലത് ഞാൻ ഉണ്ടാക്കുള്ളൂ. ഇതൊരു കടമ തീർക്കാൻ വേണ്ടി ചെത്തി കൊടുക്കണല്ലോ, അതുണ്ടാവരുത്. ഭർത്താവിനാണെങ്കിലും ശരി, മക്കൾക്കാണെങ്കിലും ശരി, എപ്പോഴും ഒരേ ഫുഡ്. എപ്പോ നോക്കിയാലും നൈസ്പത്രി, ഇത് കഴിച്ച് മടുത്തു പോയി. രാവിലെ എണിച്ച് തുടങ്ങും നൈസ്പത്രി. ഇപ്പൊ പാക്കറ്റ് വാങ്ങാൻ കിട്ടുന്നുണ്ട്, അവിടെ പോയിട്ട് വാങ്ങുക, എന്നിട്ട് ഭർത്താവിനെ കൊടുക്കുക. വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുക, ഡിഫറെന്റ് ടേസ്റ്റ്. എപ്പോഴും ഒരു 10 രൂപ വ്യത്യസ്തമായ ഐറ്റംസ് ഇല്ല, അതൊക്കെ ഉണ്ടാക്കുക. കറി എങ്ങനെ വ്യത്യസ്തമായ ഐറ്റംസ് ഉണ്ടാക്കുക, മാറ്റി മാറ്റി പിടിക്കും, നല്ല മനോഹരമായത് ഉണ്ടാക്കി കൊടുക്കും. വേറെ പണിയൊന്നുമില്ലല്ലോ. ഭർത്താക്കന്മാർ പുറത്തു പോയി അധ്വാനിക്കുമ്പോ അങ്ങനെ പോയി ജോലി ചെയ്യുന്ന തിരക്കൊന്നും നിങ്ങൾക്കില്ലല്ലോ. നിങ്ങളുടെ പണി എന്താ? തന്നെയാണ്. മക്കളെ നോക്കുക, ഭർത്താവിനെ നോക്കുക, വീട് നോക്കുക, പരിസരം നോക്കുക, ഏറ്റവും നല്ല ഫുഡ് നൽകുക, ഏറ്റവും വൃത്തിയോടെ വീടിനെ നിങ്ങൾ സംരക്ഷിക്കുക, ഏറ്റവും ദീനീബോധത്തോടെ ചിട്ടയോടെ മക്കളെ വളർത്തുക. അത് തന്നെയാണ് ഭാര്യയുടെ കടമ, അത് തന്നെയാണ്. അതുകൊണ്ടാണ് അത്ര പ്രോത്സാഹിപ്പിക്കാത്തത്. പെണ്ണുങ്ങൾ ജോലി ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ട്. രണ്ടുപേരും ജോലിക്ക് പോയ പിന്നെ ആരെവിടെ ഫുഡ് ഉണ്ടാക്കുക, ആരെവിടെ അടിച്ചു വാരാൻ, ആരെവിടെ മക്കളെ നോക്കുക, എന്നും ആള് കിട്ടൂല. പിന്നെ ആ ഒരു ബന്ധത്തിൽ അത്ര രസം ഉണ്ടാവില്ല. അതുകൊണ്ട് പെണ്ണുങ്ങളോട് പറയാനുള്ളത്, ഏറ്റവും നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. പിന്നെ ആണുങ്ങളെല്ലാം അങ്ങോട്ട് പെണ്ണുങ്ങളോട് പറയണ്ട, കുറച്ചൊക്കെ സ്വന്തമായിട്ട് ചെയ്യും. എന്നോട് പറഞ്ഞു, അല്ലാ അസ്അല അഹദൻ ശൈആ, ഒന്നും ഒരാളോടും ചോദിക്കരുത്. പട്ടിണിയാണെങ്കിൽ വരെ മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടരുത്, മറ്റൊരാളുടെ മുമ്പിൽ പറയരുത്. നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു. പട്ടിണിയാണെങ്കിൽ വരെ മറ്റൊരാളോട് ചോദിക്കരുത്. യാ അല്ലാഹ്, കഷ്ടപ്പെടണം, എത്ര പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക, ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബാക്കൾ അങ്ങനെ ചെയ്യുമായിരുന്നു. മഹാന്മാരായ സ്വഹാബാക്കൾ അങ്ങനെ ചെയ്യുമായിരുന്നു. എന്തിപ്പോ യാത്ര ചെയ്യാൻ, ഒട്ടകത്തിൽ യാത്ര ചെയ്യുമ്പോ കയ്യിൽ നിന്ന് വടി വീണു, താഴെ ആളുണ്ട്, അവരോടൊന്ന് പ്ലീസ് എടുത്തരൊന്ന് ചോദിച്ച് അവരെടുത്തു കൊടുക്കും. പക്ഷെ അത് ചോദിക്കൂല. അവരെന്ത് ചെയ്യും? ഇറങ്ങും, താഴെ ഇറങ്ങിയിട്ട് അത്. അങ്ങനെ നമ്മൾ ചെയ്യണം. നമ്മൾ വണ്ടിയിലാണ്, കാറിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് ചാവിയോ എന്തെങ്കിലും താഴേക്ക് വേണ്ടത്. ഫ്രണ്ട് ഇരിക്കുന്നുണ്ട് പുറത്ത്, അതൊന്നും എടുത്തരോ, ചോദിക്കരുത്. നമ്മളങ്ങനെ ചോദിക്കരുത്. നമ്മൾ സ്വയം ചെയ്യണതാണ്. മറ്റൊരാൾ അനാവശ്യമായി ഡിപ്പെൻഡ് ചെയ്യരുത്, ആശ്രയിക്കരുത്.
പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്, 9 ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെയുണ്ട്. 8 7 9 ആളുകൾ നബി തങ്ങളുടെ കൂടെയുണ്ട്. അലാ തുബായിഊന റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ ബൈഅത്ത് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു. ബലാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ ബൈഅത്ത് ചെയ്തു എന്ന് പറഞ്ഞു. 3 തവണ ചോദിച്ചു, നിങ്ങൾ എന്നെ ബൈഅത്ത് ചെയ്യുന്നില്ലേ? അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ ബൈഅത്ത് ചെയ്യാൻ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ബായഅനാക യാ റസൂലല്ലാഹ്, ഞങ്ങളെല്ലാവരും താങ്കളോട് ബൈഅത്ത് ചെയ്യാണ്. ഫഅലാമ നുബായിഉക, ഏത് വിഷയത്തിലാണ് ഞങ്ങളെല്ലാവരും ബൈഅത്ത് ചെയ്യേണ്ടത്? ഏത് വിഷയത്തിലാണ്? നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ അൻ തഅബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവന് കൂറുകാരില്ല, അവന് പങ്കുകാരെ ചേർക്കരുത്. 1 2 വസ്സലവാത്തിൽ ഖംസി, 5 നേരം കൃത്യമായി നിസ്കരിക്കുമെന്ന വിഷയത്തിൽ നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം. പിന്നെയോ വതുതീഉ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുമെന്നുള്ള വിഷയം. വലാ തസ്അലുന്നാസ ഷൈആ, ജനങ്ങളോട് ആരോടും ഒരു കാര്യവും ചോദിക്കൂല എന്ന ഉറപ്പ് എനിക്ക് തരണം. ജനങ്ങളോട് ആരോടും ഒരു കാര്യവും ചോദിക്കൂല എന്ന ഉറപ്പും എനിക്ക് തരണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത്രയ്ക്ക് മോശാണെന്നാണ്. എന്ത് കാര്യങ്ങളും അയാളോട് ചെയ്യിപ്പിക്കുക, അയാളോട് ഇങ്ങനെ പറയിപ്പിക്കൽ മോശാണെന്നാണ്. മാക്സിമം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ് ഈ വിഷയങ്ങളൊക്കെ. എല്ലാം മറ്റുള്ളവരോട് ചെയ്യുന്നത് നല്ല കാര്യമല്ല. അതൊരിക്കലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. നബി തങ്ങൾ പറഞ്ഞത് ഒരാളോടും ചോദിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ പ്രഗൽഭരായ ഹക്കീം ഇബ്നു ഹിസാം തങ്ങളെ പോലെയുള്ള ആളുകൾ സ്വന്തം ഖാദിമിനോട് പോലും വെള്ളം കൊണ്ടുവരാൻ പറയുമായിരുന്നില്ല. വെള്ളം കൊണ്ടുവാ, എന്തിന് വുളൂ ചെയ്യാൻ വെള്ളം കൊണ്ടുവാന്ന് പറയില്ല. സ്വന്തം പോയിട്ട് വുളൂ ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവരും. ചായ കൊണ്ടുപോകാനല്ല, പോയിട്ട് ചായ കൊണ്ടുപോകും. അങ്ങനെ എല്ലാ വിഷയങ്ങളും സ്വന്തമായി ചെയ്തിരുന്നവരാണ് മഹാന്മാരായ സ്വഹാബാക്കൾ. അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ലാ യഹ്തതിബ അഹദുകും അലാ ളഹ്രിഹി ഫയഖി ബിഹി വജ്ഹഹു ഖൈറുൻ ലഹു മിൻ അൻ യസ്അല റജുലൻ അഅതാഹു ഔ മനഅ. നിങ്ങൾക്ക് പട്ടിണി കിടക്കുന്ന സമയത്ത് മറ്റൊരാളോട് പോയി യാചിക്കുന്നതിനേക്കാളും മറ്റൊരാളോട് പോയി ചോദിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാട്ടിലേക്ക് പോയി, മലമുകളിലേക്ക് പോയി, ഒരു കത്തിയുമായി പോയിട്ട് അവിടെ വിറക് വെട്ടി ആ വിറക് കമ്പി കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മുതുകിൽ ചുമന്നിട്ട് അങ്ങാടിയിൽ പോയി വിറ്റ് അതിൽ നിന്നൊരു 10 20 30 രൂപ കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് അരിയും വീട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കളും വാങ്ങിച്ച് കഴിക്കലാണ് മറ്റുള്ളവരോട് പോയി എന്നെ സഹായിക്കൂ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ മറ്റുള്ളവരോട് പോയി ചോദിക്കുന്നതിനേക്കാളും നല്ലത്, എന്റെ മക്കളുടെ കല്യാണമുണ്ട്, എന്റെ പെൺമക്കളുടെ കല്യാണമുണ്ട്, എനിക്ക് വീടെടുക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ, ഞാൻ രോഗിയാണ് സഹായിക്കണം എന്നുള്ള വിഷയങ്ങളൊക്കെ മറ്റുള്ളവരോട് പോയി ചോദിക്കുന്നതിനേക്കാളും നല്ലത് സ്വന്തമായിട്ട് ഏതെങ്കിലും കാട്ടിലേക്കോ മലഞ്ചുരുവിലേക്കോ ചെന്നിട്ട് അവിടെയുള്ള വിറക് വെട്ടി അത് കൊണ്ടുപോയി വിറ്റ് കാശാക്കി അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കലാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഒരു വിഷയത്തിൽ നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ, ഒരു വിഷയത്തിൽ നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗ്ഗം നൽകാമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്. നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം ഒരു വിഷയം. എന്താണ് ആ വിഷയം? ഉറപ്പ് തരേണ്ട വിഷയം എന്താണ്? ഒരാളോടും ഒന്നും ചോദിക്കാൻ പാടില്ല എന്നുള്ള വിഷയം. എങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി സ്വർഗ്ഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരാളോടും ഒന്നും ചോദിക്കൂല എന്ന ഉറപ്പ് എനിക്ക് തന്നാൽ നിങ്ങൾക്ക് സ്വർഗ്ഗം കൊണ്ട് ഞാൻ ഉറപ്പ് തരാം. കഴിയോ? ഇപ്പൊ സംശയങ്ങളൊന്നും ചോദിക്കണ്ട എന്നല്ല, നമ്മൾക്ക് ആവശ്യമുള്ള വിഷയം നമ്മൾ സ്വയം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ആ കസേര ഒന്ന് ഇങ്ങോട്ട് എടുത്തു തരുമോ എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മൾ പോയിട്ട് ആ കസേര എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കുക. കയ്യിൽ നിന്ന് മൊബൈലോ പേപ്പറോ വീണ് പോയാൽ അതൊന്ന് എടുത്തു തരുമോ എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മൾ സ്വയം അത് എടുക്കുക. മനസ്സിലായോ? അപ്പൊ ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ വിഷയങ്ങളിൽ, വീട്ടിലാണെങ്കിലും ശരി, മറ്റുള്ള ജോലി സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും ശരി, പ്രത്യേകിച്ചിട്ട് മുതലാളിമാരൊക്കെ ഉണ്ടാകും, അതെടുക്ക് ഇതെടുക്കുന്നൊക്കെ പറയും ഓഫീസിലൊക്കെ പോയിട്ട്. അതൊക്കെ സ്വയം ചെയ്യാൻ പറ്റുമെങ്കിൽ സ്വയം ചെയ്യണം.
അങ്ങനെ സ്വയം ചെയ്യുമെന്നുള്ള ഉറപ്പെനിക്ക് തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കാമെന്ന്, സ്വർഗം നിങ്ങൾക്ക് നൽകാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നബി തങ്ങൾ സത്യം ചെയ്യുകയാണ്. 3 കാര്യങ്ങൾ സത്യം ചെയ്തു. നബി തങ്ങൾ 3 കാര്യങ്ങൾ സത്യം ചെയ്തിട്ട് പറഞ്ഞു. ഒന്ന്, മാ തവാളഅ അഹദുൻ ഇല്ലാ റഫഅഹുല്ലാഹ്. ഒരാൾ താഴ്ന്നു കൊടുത്താൽ അല്ലാഹു അയാളെ ഉയർത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവാണ് സത്യം. നബി തങ്ങൾ സത്യം ചെയ്യാണ്. വല്ലാഹി, അല്ലാഹുവാണ് സത്യം. ഒരാൾ താഴ്ന്നു കൊടുത്താൽ അല്ലാഹു അയാളെ ഉയർത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. 2 പേര് വിഷയം അടിപിടി കൂടാ, 2 പേര് തമ്മിൽ തർക്കമാണ്. ആ തർക്കമുള്ള സമയത്ത് ഞാനും വിട്ടുകൊടുക്കൂല, നീയും വിട്ടുകൊടുക്കൂല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സൗന്ദര്യ പണക്കം. 2 പേരും മിണ്ടാണ്ടിരുന്നു. ഭാര്യ പറഞ്ഞു, നോക്ക, ഞാൻ മിണ്ടൂല, നിങ്ങൾ ഉണ്ടോ ഇല്ല നോക്കട്ടെ. ഭർത്താവ് പറഞ്ഞു, നീ ഉണ്ടോ നോക്കട്ടെ. അങ്ങനെ 2 പേരും മിണ്ടാതെ ഇങ്ങനെ വാശിയും പിടിച്ച് മസലും പിടിച്ച് നിൽക്കുക. എന്താ ഉണ്ടാവുക? 2 പേരും അങ്ങോട്ടും മിണ്ടാതെ 2 പേരും 2, 3, 4 ദിവസം ഇങ്ങനെ പോകും. അതിന് പകരം ഒരാൾ താഴ്ന്നു കൊടുത്തു, ഭർത്താവ് താഴ്ന്നു കൊടുത്തു. കുഴപ്പമില്ല, എന്റെ ഭാര്യ എന്നല്ലേ, പോയിട്ട് അസ്സലാമു അലൈക്കും, സുഖല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിച്ചു. അങ്ങനെ താഴ്ന്നു കൊടുത്താൽ അയാൾ അല്ലാഹു ഉയർത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ് പറഞ്ഞത്. 2 പേര് പിണങ്ങി നിൽക്കുന്നുണ്ട്, ഒരാൾ താഴ്ന്നു കൊടുത്തു. തർക്കങ്ങളാണ്. അഭിമാനത്തിനും അന്തസ്സിനും വേണ്ടിയിട്ടുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള തർക്കങ്ങൾ ഉണ്ടാകുമ്പോ ഒരാൾ താഴ്ന്നു കൊടുത്തിട്ട് എനിക്ക് വേണ്ട. ഏത് വിഷയം വരുമ്പോഴും താഴ്മയുള്ള ആളുകൾ അല്ലാഹു അവരെ ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2ാമത്തെ വിഷയം, മാ തസദ്ദഖ അഹദുൻ ഇല്ലാ സാദഹുല്ലാഹ്. ഒരാൾ സ്വതഖ നൽകിയാൽ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചാൽ, ഇല്ലാ സാദഹുല്ലാഹ്, അല്ലാഹു അവർക്ക് അവരുടെ സമ്പാദ്യത്തിൽ വർധനവ് നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങൾ പറഞ്ഞതിൽ വിശ്വാസം ഉണ്ടോ? നബി തങ്ങളെ ഹദീസിൽ വിശ്വാസം ഉണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞൊരു വിഷയമാണ്, സ്വതക്ക കൊടുത്താൽ കൂടുതൽ തരാം. 1000 കൊടുത്താൽ 10000 തരാം. 1000 കൊടുത്താൽ 10000 തരാം. ഞാൻ പറഞ്ഞ വിഷയമല്ല. മാ തസദ്ദഖ അഹദുൻ ഇല്ലാ സാദഹുല്ലാഹ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരാൾ സ്വതക്ക കൊടുത്താൽ ഇല്ലാ സാദഹുല്ലാഹ്, അല്ലാഹു അയാളുടെ സമ്പത്തിൽ അഭിവൃദ്ധി നൽകും. സമ്പത്ത് ഇങ്ങനെ കൂട്ടി 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 വലിയ മുതലാളിയായിട്ട് മാറും. സ്വതക്ക കൊടുക്കുന്നതിനനുസരിച്ചിട്ട് മുതലാളിയായിട്ട് മാറും. കൊടുത്തൂടെ? മുതലാളി ആണ്ടേ? നമ്മൾക്കൊക്കെ മുതലാളിമാരാവണ്ടേ? വേണ്ടേ? വേണ്ട. ആയിക്കോട്ടെ, ഇപ്പൊ എന്താ മുതലാളിയായാലും പ്രശ്നം എന്താണ്? നബി തങ്ങൾ അങ്ങനെ ദുആ ചെയ്തു, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടും. ദുനിയാവും വേണം, ആഖിറവും വേണം. എന്താ പ്രശ്നം? മുതലാളിമാരായാലും നന്നായിട്ട് സ്വതക്ക ചെയ്തുകൂടെ? അന്തസ്സോടെ ജീവിച്ചുകൂടെ? അപ്പൊ അല്ലാഹു നമ്മൾക്ക് സമ്പാദ്യത്തിൽ വർധനവ് നൽകണമെങ്കിൽ നമ്മൾ സ്വതക്ക കൊടുക്കണം. സ്വതക്ക കൊടുക്കുന്നതിനനുസരിച്ച് അല്ലാഹു സമ്പത്ത് ഇരട്ടി ഇരട്ടി ഇരട്ടിയാക്കി തരുമെന്നാണ്. അപ്പൊ നിങ്ങളൊരു 3000-2000 രൂപ ഇന്ന് നിങ്ങളെ ഈ സഹചാരിയുടെ പ്രവർത്തകർക്ക് കൊടുത്താൽ നിങ്ങൾക്ക് താമസിയാതെ ഒരു 30,000 ലാഭം നിങ്ങൾക്ക് കാണാൻ കഴിയും. അനുഭവത്തിലൂടെ കാണിച്ചു തരണ അനുഭവത്തിലൂടെ കാണിച്ചു തരണ വേണമെങ്കിൽ കാണിച്ചു തരാം. പ്രശ്നമില്ല, അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾ ഇന്ന് ഇത്ര കൊടുത്തതിന്റെ ഇരട്ടി നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ കാണിച്ചു തരാം. ഇഖ്ലാസോട് കൂടി കൊടുക്കണേ. ഇഖ്ലാസോട് കൂടി കൊടുത്താൽ നിങ്ങൾക്ക് അത് കിട്ടും. കൊടുത്ത് നിങ്ങൾക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.